അപ്പോൾ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. ഓക്കെ, നമ്മളിന്ന് നാലാമത്തെ ടോപ്പിക്ക് വിഭക്തി പ്രത്യയങ്ങളാണ് എടുക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുറച്ച് കുട്ടികൾക്ക് ഇത് കിട്ടിയതാണ്, കുറച്ച് പേർക്ക് ഇത് പുതിയതാണ്. നോക്കിക്കോ, വിഭക്തി പ്രത്യയങ്ങൾ. എന്തിനാണ് നമ്മൾ വിഭക്തി പ്രത്യയങ്ങൾ പഠിക്കുന്നത് എന്ന് വെച്ചാൽ, വാക്യ ശുദ്ധി പഠിച്ചപ്പോഴത്തേക്കും നമ്മൾ ഓരോ സെന്റൻസുകളെ പദങ്ങൾ കൊണ്ട് ചേർത്തിരിക്കുന്നത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പൊ കൊണ്ട് അങ്ങനെയൊക്കെ മനസ്സിലാക്കി. അപ്പൊ അതിന് മലയാളത്തിലെ വ്യാകരണ പ്രകാരം, സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്, എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. അപ്പൊ മലയാളത്തിലെ വ്യാകരണ പ്രകാരം നമുക്ക് പറഞ്ഞിട്ടുള്ളത്, അതായത് വിഭക്തിയാണ് പദങ്ങളെ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് സെന്റൻസുകൾ ഉണ്ടാക്കുന്നത്. വാക്യങ്ങൾ അല്ലെങ്കിൽ സെന്റൻസുകൾ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? വിഭക്തി വേണം. വിഭക്തി പ്രത്യയങ്ങൾ എന്ന് വരാൻ ഒരു കാരണമുണ്ട്. വിഭക്തി പ്രത്യയങ്ങൾ എന്ന് വരാൻ കാര്യം, പ്രത്യയങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ട് വാക്കുകളെ കൂട്ടിച്ചേർക്കുമ്പോൾ പദങ്ങൾക്ക് ഒപ്പം ചേർക്കുന്ന, പദങ്ങളോടൊപ്പം ചേർക്കുന്ന പദങ്ങളെയാണ് എന്തെന്ന് പറഞ്ഞാൽ പ്രത്യയങ്ങൾ. എന്താണ്? പ്രത്യയങ്ങൾ. പദങ്ങളോടൊപ്പം ചേർക്കുന്നവയാണ് എന്ത്? പ്രത്യയങ്ങൾ. ഓക്കെ ആണോ? പേനകൾ, പേനകൾ എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കും പ്രത്യയം? പ്രത്യയം എന്തായിരിക്കും? പേനകൾ. നോക്കിയേ, പേനകൾ, പേനകൾ. പേനകൾ എന്ന് എഴുതുമ്പോൾ പേന എന്ന് പറയുന്ന ഒരു വസ്തുവാണ്. അതിന്റെ കൂടെ എന്ത് ചേർത്തു? കഴുതെന്ന് ചേർത്തു, അല്ലെ? ഗുരുക്കന്മാർ, ഗുരുക്കന്മാർ പറഞ്ഞു. അപ്പൊ മാർ എന്ന് പറയുന്ന അവിടെ എന്താണ്? ഒരു പ്രത്യയമാണ്. അപ്പൊ ഇതൊക്കെ ജസ്റ്റ് പ്രത്യയങ്ങൾക്ക് എക്സാമ്പിൾ ആണ്. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നതാണ് വിഭക്തി പ്രത്യയങ്ങൾ. എന്താണ് നാമം എന്നറിയാമോ? നാമം ഇമ്പോർട്ടന്റ് ആണ്. ജസ്റ്റ് ചിലപ്പോൾ വേണമെങ്കിൽ അത് ഡയറക്റ്റ് ആയിട്ടും ചോദിക്കാം. എന്താണ് നാമം എന്ന് ചോദിക്കാം. എന്തിന്റെയെങ്കിലും പേരായ ശബ്ദത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? നാമം എന്ന് വിളിക്കുന്നത്. പേരായ ശബ്ദത്തെ വിളിക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ അത് നാമമാണ്. എന്തിന്റെയും പേരായ ശബ്ദത്തെ വിളിക്കുന്നത് എന്താണ്? എന്തിന്റെയും നമ്മൾ വിളിക്കുന്നു നാമം എന്ന്. ഓക്കെ, എന്തിന്റെങ്കിലും പേരായ ശബ്ദത്തെ വിളിക്കുന്നത് നാമം എന്നാണ്. ഇനി നോക്കിയേ, എന്താണ് വിഭക്തി? വളരെ ശ്രദ്ധിച്ച, ഒരു വാക്യത്തിൽ മറ്റുള്ള, ഒരു വാക്യം എന്ന് പറയുന്നത് എന്താണ്? ഒരു സെന്റൻസിൽ മറ്റുള്ള പദങ്ങളുമായുള്ള ബന്ധത്തെ കുറിക്കുന്നതിന് വേണ്ടി നാമങ്ങളിൽ ചേർക്കുന്ന പ്രത്യയങ്ങളാണ് വിഭക്തി. വളരെ ഇമ്പോർട്ടന്റ്. എന്തിലാണ് ചേർക്കുന്ന? നാമങ്ങളിൽ ചേർക്കുന്ന പ്രത്യയങ്ങളാണ് വിഭക്തി. എന്തിനാണെന്ന് നോക്കിയേ, നമ്മൾ ഒരു വാക്യം എഴുതുമ്പോൾ ഷീ ഈസ് ഡാൻസിങ്, അല്ലെ? അവൾ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ എഴുതുമ്പോൾ അവൾ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നു, അവൾ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് എഴുതുമ്പോൾ അവൾ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ പ്രത്യേകിച്ച് വിഭക്തി ഒന്നും ചേർന്നിട്ടില്ല. വിഭക്തി ചേരുന്ന വാക്കുകൾ ഇനിയിപ്പോ നമ്മൾ പറയാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് രണ്ട് പദങ്ങളെ എന്ത് ചെയ്യുന്നു? ചേർക്കാൻ വേണ്ടി, സെന്റൻസിൽ മറ്റു പദങ്ങളുമായുള്ള ബന്ധത്തെ കുറിക്കുന്നതിന് വേണ്ടി നാമങ്ങളിൽ വരുത്തുന്നതാണ്. അപ്പൊ നോക്കണം, മറ്റു പദങ്ങൾ ഏതൊക്കെയാണ്? നാമം എന്തിന്റെയെങ്കിലും പേരായ ശബ്ദം. അപ്പൊ പേന ഒരു നാമമല്ലേ? ആണോ? നാമം എന്ന് പറയുമ്പോ എന്താണ്? പേന. രാമു ഒരു നാമമല്ലേ? ആണ്. രാമു എന്ന് പറയുന്ന ഒരാളെ വിളിക്കുന്നതാണ്. അതേപോലെ നോക്കിയേ, സീത ഒരു നാമമല്ലേ? ആണ്, നാമമാണ്. ഡെസ്ക് ഒരു നാമമല്ലേ? ആണ്. നമ്മൾ എന്തിന്റെയെങ്കിലും പേരായ ശബ്ദത്തെ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന പേരിനെയാണ്, അതായത് നമ്മൾ ഇന്നലെ പഠിച്ച പേരിനെ വിളിക്കുന്നതാണ് എന്തെന്ന് പറയുന്ന നാമം. എന്താണ്? നാമം. അപ്പൊ എന്തിന്റെയെങ്കിലും, ഇവിടെ എന്തിന്റെയെങ്കിലും പേരായ ശബ്ദമാണ് എന്തെന്ന് പറയുന്ന നാമം. എന്തിന്റെയെങ്കിലും പേരായ ശബ്ദത്തെ വിളിക്കുന്ന എന്താന്ന് ചോദിച്ചാൽ അതെന്താണ്? നാമമാണ്. ഈ നാമങ്ങളെ മറ്റ് പദങ്ങളുമായി കൂട്ടിച്ചേർക്കാൻ വാക്യങ്ങളിൽ ഉപയോഗിക്കുന്ന പ്രത്യയങ്ങളെ വിളിക്കുന്ന പേരാണ് എന്ത്? വിഭക്തി. കേട്ടോ, ഗ്രാമർ അറിഞ്ഞിരുന്നാൽ മതി, കാണാതെ ഒന്നും പഠിക്കണ്ട. ഒരു വാക്യത്തിൽ നാമങ്ങളെ മറ്റു പദങ്ങളോടൊപ്പം ചേർക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്രത്യയങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്ന? വിഭക്തി എന്ന് പറയുന്ന. പ്രത്യയങ്ങൾ എന്ന് ഉദ്ദേശിക്കുമ്പോൾ മനസ്സിലാക്കണം, എന്താണ്? പദങ്ങളോടൊപ്പം ചേർക്കുന്ന പദം, അത്രയേ ഉള്ളൂ. ഇവിടെ നാമത്തിന് എന്തിനുമായിട്ട് ചേർക്കുന്നു? മറ്റു പദങ്ങളുമായി ചേർക്കുന്നു. അതാണ് വിഭക്തി എന്ന് പറഞ്ഞത്. നാമങ്ങളെ മറ്റു പദങ്ങളുമായി ചേർക്കുന്നു. നാമം എന്തെന്ന് ചോദിച്ചാൽ എന്തിന്റെയെങ്കിലും പേരായ ശബ്ദം. ബുക്ക്, പുസ്തകം, പുഴു, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ എന്താണ്? ഇതിന് എക്സാമ്പിൾ ആണ്. മനസ്സിലായോ? അപ്പൊ ഇതൊക്കെ എന്തിനാണ്? ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ്. എന്തിന്റെയെങ്കിലും പേരായ ശബ്ദമാണ് എന്തെന്ന് പറയുന്ന നാമം. അതേപോലെ ഒരു വാക്യത്തിൽ മറ്റുള്ള പദങ്ങളുമായുള്ള ബന്ധത്തെ കുറിക്കുന്നതിന് നമ്മൾ നാമങ്ങളിൽ വരുത്തുന്ന വ്യത്യാസങ്ങളെയാണ് എന്തെന്ന് പറയുന്ന? വിഭക്തി എന്ന് പറയുന്നത്.
പിന്നെ പോവാം, അടുത്തതിലേക്ക് പോവാൻ നോക്കിയേ. ഓക്കെ, മലയാളത്തില് സംസ്കൃതത്തില് ആകെ എത്ര വിഭക്തികളാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ നമുക്ക് ആകെ എത്ര വിഭക്തികളെ ഉള്ളൂ? 7 വിഭക്തികളെ ഉള്ളൂ. എന്ത്? മലയാളത്തില്, സംസ്കൃതത്തിൽ. ഈ സംസ്കൃതത്തിലെ വിഭക്തികളെ പ്രഥമ, ദ്വിതീയ, തൃതീയ അങ്ങനെ പറഞ്ഞിട്ടാണ് എന്ത് പോകുന്നത്, സംസ്കൃതത്തിൽ പറഞ്ഞു പോകുന്നത്. നമുക്ക് ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് ഞാൻ പറഞ്ഞു പോയതേ ഉള്ളൂ. ഗ്രാമർ ഉൾപ്പെടുത്തിയപ്പോ ആ കണ്ടന്റ് ഉൾപ്പെടുത്തിയതേ ഉള്ളൂ. ഓക്കെ, അടുത്ത നോക്കിയേ. മലയാളത്തിലെ വിഭക്തികൾ 7 എണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മലയാളത്തിലെ 7 വിഭക്തികൾ എന്താണ്? മലയാളത്തിലെ 7 വിഭക്തികളെ പറ്റിയാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. നോക്കിക്കോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചു കേട്ടോ. നോക്കിയേ. ഓക്കെ, പഠിക്കാൻ എളുപ്പത്തിനാണ് സൈഡിൽ ആ കോഡ് കൂടെ തന്നിരിക്കുന്നത്. ആദ്യത്തെ ക്ലാസ് കിട്ടിയവരുണ്ടായിരിക്കും. നി എന്തായിരുന്നു നോക്ക്. നിപ്രസം, ഉപ്രസം, ആ. ഇതാണ് നിപ്രസം, ഉപ്രസം, ആ. ഇതാണ് എന്ത്? മലയാളത്തിലെ വിഭക്തികളുടെ കോഡ്. ആദ്യത്തെ പഠിക്കണം. നിർദ്ദേശിക, എന്താണ് പേര്? നിപ്രസം. നിർദ്ദേശിക, പ്രതിഗ്രാഹിക, സംയോജിക. നിപ്രസം എന്താണ്? നിപ്രസം എന്താണ്? നിർദ്ദേശിക, പ്രതിഗ്രാഹിക, സംയോജിക. നിർദ്ദേശിക, പ്രതിഗ്രാഹിക, സംയോജിക. അതേപോലെ ഉപ്രസം എന്താണെന്ന് ചോദിക്കാം. ഉദ്ദേശിക, പ്രയോജിക, സംബന്ധിക, ആധാരിക. ഓക്കെ, നിപ്രസം, ഉപ്രസം, ആ. റിപ്പീറ്റ് പഠിക്കണേ, ഇത് പഠിച്ചെടുക്കണം കേട്ടോ. നിർദ്ദേശിക, പ്രതിഗ്രാഹിക, സംയോജിക, ഉദ്ദേശിക, പ്രയോജിക, സംബന്ധിക, ആരാധിക. ഇവിടെ ഈ സായും സായും ഡൗട്ട് എഴുതുക. ആദ്യത്തത് സംയോജനമാണ്, പിന്നെ അത് കഴിഞ്ഞ് സംബന്ധികം കേട്ടോ. ആദ്യത്തത് സംയോജികമാണ്, പിന്നെ അത് കഴിഞ്ഞ് എന്ത് വരും? സംബന്ധികം വരുന്നു. നിപ്രസം, ഉപ്രസം, ആ. എന്തിന്റെ കോഡ്? വിഭക്തിയുടെ കോഡ്. നിലവിൽ എത്ര എണ്ണം ഉണ്ട്? 7 വിഭക്തികളാണ് എവിടെയുള്ളത്? മലയാളത്തിലുള്ളത്. മലയാളത്തിലുള്ള 7 വിഭക്തികളുടെ കോഡാണ് നിപ്രസം, ഉപ്രസം, ആ. നിർദ്ദേശിക, പ്രതിഗ്രാഹിക, സംയോജിക, ഉദ്ദേശിക, പ്രയോജിക, സംബന്ധിക, ആധാരിക. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഓരോന്നായിട്ട് പഠിച്ചെടുക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ഒരെണ്ണം കൂടെ പഠിക്കാൻ. നോക്കി, ആരാ കേരള പാണിനി? ആരാ കേരള പാണിനി? ആരാടെ കേരള പാണിനി? ആരാ കേരള പാണിനി? ആരും റെസ്പോണ്ട് ചെയ്തില്ലേ? അറിഞ്ഞാണല്ലോ ക്ലാസ്സില്. ആരാണ് കേരള പാണിനി? ആർക്കും അറിയില്ല കേരള പാണിനി ആരാണെന്ന്? അതാരും ഇല്ലേ ക്ലാസ്സിൽ? രാജരാജവർമ്മയാണോ? AR രാജരാജവർമ്മയെ വിളിക്കുന്ന മറ്റൊരു പേരാണ് കേരള പാണിനി. അങ്ങനെ വിളിക്കാനുള്ള കാരണം എന്താണ്? അദ്ദേഹം കേരള പാണിനീയം എഴുതിയിട്ടുണ്ട്. എന്താണ്? അദ്ദേഹം കേരള പാണിനീയം എഴുതിയിട്ടുണ്ട്. AR രാജരാജവർമ്മ. AR രാജരാജവർമ്മ പറഞ്ഞു തന്നതാണ് ക്ലാസ്സില്. കേരള പാണിനി എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അദ്ദേഹം എന്തെഴുതി? കേരള പാണിനീയം എഴുതി. കേരള പാണിനീയം എഴുതിയത് കൊണ്ടാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് കേരള AR രാജരാജവർമ്മയെ കേരള പാണിനി. ഇങ്ങനെ തന്നെ ചോദിക്കും, കേരള പാണിനി എന്നറിയപ്പെടുന്ന ആരാണെന്ന്. അതാരാന്ന് ചോദിച്ചാൽ അത് AR രാജരാജവർമ്മയാണ്. ഇനി നോക്കിയേ, നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ കേരള പാണിനി നമ്മൾ നിലവിൽ എത്ര വിഭക്തികൾ ഉണ്ടെന്ന് പറഞ്ഞു? 7 വിഭക്തികൾ ഉണ്ടെന്ന് പറഞ്ഞു. നിർദ്ദേശിക, പ്രതിഗ്രാഹിക, സംയോജിക, ഉദ്ദേശിക, പ്രയോജിക, സംബന്ധിക, ആധാരിക ആണല്ലോ. ഇത് നിലവിൽ 7 എണ്ണമാണ്. ഈ 7 എണ്ണം കൂടാതെ ഒരെണ്ണം ആര് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്? കേരള പാണിനി. മിസ്സേ ക്ലിയർ ഇല്ല, സ്റ്റെക്കാണ്. സ്റ്റെക്കാണ് മിസ്സേ, സ്റ്റെക്കാ. ഇല്ല മിസ്സേ, സ്ക്രീനില്ല, സ്റ്റെക്കുമാണ്. ഓക്കെ.
കിട്ടുന്നുണ്ടോ? ആ ഇപ്പൊ ഓക്കെ. എന്ന് പറയുമ്പോ എന്താണെന്നാണ് പറയുന്നത്? നമ്മൾ പേരുകളൊക്കെ ചേർക്കുന്നതാണ് എന്തെന്ന് പറഞ്ഞാൽ രാമ സീത എന്ന് വിളിക്കുന്നത് കേട്ടോ. അതെന്താണ്? സംബോധന. നമ്മൾ ഒരാൾക്ക് സംബോധന കൊടുത്തുകൊണ്ട് സംസാരിക്കുന്നത് അതിൽ എന്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? വിഭക്തിയായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ നിലവിൽ നമ്മുടെ വ്യാകരണത്തിൽ പറയുന്ന എത്രണ്ണേ ഉള്ളൂ? 7 എണ്ണേ ഉള്ളൂ. ഇത് കേരള പാഠ്യം നിർദ്ദേശിച്ചു വരുന്നതാണ് എന്ത്? സംബോധിക. നമുക്ക് ഒന്നാമത്തത് നോക്കിയാ എന്താണ്? നിർദ്ദേശിക. എന്താണ്? നിർദ്ദേശിക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോക്കിയാണ് യഥാർത്ഥ ശബ്ദ സ്വരൂപത്തെയാണ് എന്തെന്ന് പറയുന്ന നിർദ്ദേശിക. എന്താണ്? യഥാർത്ഥ ശബ്ദ സ്വരൂപം. അതായത് നമ്മൾ പേന എന്ന് പറഞ്ഞാൽ പേന, അതിനെ വിളിക്കുന്നതാണ് എന്ത്? നിർദ്ദേശിക കേട്ടോ. ഇവിടെ പേനയല്ല, ഇവിടെ നോക്കിയേ പറയുന്ന ശബ്ദ സ്വരൂപം ഏത് വിഭക്തിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥ ശബ്ദരൂപത്തെ നിർദ്ദേശികയാണ്. നിർദ്ദേശികയാണ്. ഇനി നോക്കിയേ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമുള്ള പറയാൻ പോകുന്ന വാക്യത്തിലെ കർത്താവിനെ ഏത് വിഭക്തി വെച്ചാണ് സൂചിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ, കർത്താവ് നമ്മൾ എഴുതി കഴിഞ്ഞാൽ എന്തെഴുതണം? നിർദ്ദേശികയാണ് ഉപയോഗിക്കുന്നത്. കർത്താവിനെ എന്താണ്? വാക്യത്തിലെ കർത്താവിനെ സൂചിപ്പിക്കുന്നത് ഏത് വിഭക്തിയാണെന്ന് ചോദിച്ചാൽ അത് നിർദ്ദേശിക വിഭക്തിയാണ്. നിർദ്ദേശിക വിഭക്തി. അത് നോക്ക്, എന്താണ് നിർദ്ദേശിക്കുന്നു എന്ന് വെച്ചാൽ ഒരു നാമത്തെ നിർദ്ദേശിക്കുന്നു. എന്താണ്? ഒരു നാമത്തെ നിർദ്ദേശിക്കുന്നു. രാമൻ, സീത. രാമൻ രാവണനെ കൊന്നു അല്ലെ? രാമൻ രാവണനെ കൊന്നു. അപ്പൊ ആ രാമൻ എന്ന് പറയുന്നത് എന്താണ്? അവിടുത്തെ കർത്താവിനെ സൂചിപ്പിക്കുന്നു. ആ കർത്താവിനെ സൂചിപ്പിക്കുന്ന രാമന് പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുത്തേണ്ടതില്ല. അത് ശബ്ദ സ്വരൂപം തന്നെയാണ്. അതായത് സ്വന്തമായിട്ട് ആ രൂപം തന്നെ എന്ത് ചെയ്താൽ മതി? നിർദ്ദേശിക വിഭക്തിയിൽ ഉൾപ്പെടുത്തിയാൽ മതി. രാമന് കർത്താവ് രാമനാണെങ്കിൽ രാമൻ. ഇനി പേനയാണ് കർത്താവെങ്കിൽ പേന, അല്ലെങ്കിൽ വേറെ ഇപ്പൊ നമ്മൾ പറഞ്ഞ അവനാണ് കർത്താവെങ്കിൽ അവൻ. മനസ്സിലായോ? അപ്പൊ അതെല്ലാം എന്താണ്? കർത്താവിന് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള പ്രാധാന്യം. ഒരു നാമത്തെ അവർ എന്ത് ചെയ്യാണ്? നമുക്ക് മുന്നിൽ നിർദ്ദേശിക്കും. സൗണ്ട് ക്ലിയർ ആവുന്നില്ല. ആണോ? എല്ലാവർക്കും ഇഷ്ടമാ? ക്ലിയർ ആവുന്നില്ല. ക്ലിയർ ആവുന്നില്ലേ? സൗണ്ട് ക്ലിയർ ആവുന്നില്ല. ഇപ്പോഴോ? ഇപ്പോഴോ? ഓക്കെ ആണ്. ഒരു നാമത്തെ നിർദ്ദേശിക്കുന്നു എന്നാണ് എന്തിനർത്ഥം വരുന്നത്? നിർദ്ദേശിക എന്ന പദത്തിന് അർത്ഥം വരുന്നത്. എന്താണ് നിർദ്ദേശിക എന്ന് വെച്ചാൽ? എന്താണ്? ഒരു നാമത്തിനെ നിർദ്ദേശിക്കുന്നു. ഒരു നാമത്തെ നിർദ്ദേശിക്കുന്നു. രാമൻ, സീത, ഇതൊക്കെ എന്താണ്? നാമത്തെ നിർദ്ദേശിക്കുന്നതാണ്. ഇനി ഇവിടെ നോക്കിയേ, നിർദ്ദേശികയ്ക്ക് എന്തില്ലടേ? പ്രത്യേകിച്ച് പ്രത്യയമൊന്നുമില്ല. കാരണം ശബ്ദത്തിന്റെ യഥാർത്ഥ സ്വരൂപം തന്നെയാണ് എവിടെ കാണിച്ചിരിക്കുന്നത്? നിർദ്ദേശികയിൽ കാണിക്കുന്നത്. എന്താണ്? ശബ്ദത്തിന്റെ യഥാർത്ഥ സ്വരൂപം തന്നെയാണ് നിർദ്ദേശികയിൽ കാണിക്കുന്നത്. അതുകൊണ്ട് നിർദ്ദേശികയ്ക്ക് എന്തില്ല? പ്രത്യേകിച്ച് പ്രത്യയങ്ങളൊന്നുമില്ല എന്ന് പഠിക്കണം. ആദ്യത്തെ പേര് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. നിർദ്ദേശിക. നിർദ്ദേശികയ്ക്ക് എന്തില്ല? പ്രത്യേകമില്ല. കർത്താവിനെ തന്നെയാണ് കാണിക്കുന്ന. ഒറിജിനൽ ശബ്ദരൂപം എന്താണോ അത് തന്നെയാണ് എന്തെന്ന് പറയുന്ന നിർദ്ദേശിക. നിർദ്ദേശിക എന്ന വാക്കിന്റെ അർത്ഥം പഠിക്കണം. ഒരു നാമത്തെ നിർദ്ദേശിക്കുന്നു. എന്താണ്? ഒരു നാമത്തെ നിർദ്ദേശിക്കുന്നു. അടുത്ത നോക്കിയേ, പ്രതിഗ്രാഹിക. എന്താണ്? പ്രതിഗ്രാഹിക. നിർദ്ദേശിക, പ്രതിഗ്രാഹിക. പ്രതിഗ്രാഹിക. നിർദ്ദേശിക കർമ്മത്തെ കാണിക്കുവാണെങ്കിൽ പ്രതിഗ്രാഹിക എന്തിനെ കാണിക്കുന്നു എന്ന് ചോദിച്ചു. നിർദ്ദേശിക കർത്താവിനെ കാണിക്കുവാണെങ്കിൽ പ്രതിഗ്രാഹിക എന്തിനെ കാണിക്കുവാന്ന് ചോദിക്കാതെ കർമ്മത്തെയാണ് ഊന്നൽ കൊടുക്കുന്നത്. കർമ്മത്തെ കുറിക്കുന്ന വിഭക്തി ഏതാന്ന് ചോദിച്ചാൽ കർമ്മത്തെ കുറിക്കുന്നത് പ്രതിഗ്രാഹികയാണ്. ഇതാണ് കർമ്മത്തെ കുറിക്കുന്ന പ്രതിഗ്രാഹിയാണ്. പ്രത്യയം നോക്കിയോ, നിർദ്ദേശികയ്ക്ക് പ്രത്യയമില്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്താണ്? ബാക്കിയോടൊപ്പം എന്ന് ചേർക്കുക എന്നുള്ളതാണ് എന്ത്? പ്രതിഗ്രാഹികയുടെ വിഭക്തി കേട്ടോ. പ്രതിഗ്രാഹികയുടെ ഏതാണ്?
പ്രതിഗ്രാഹികയുടെ പ്രത്യയം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എ ആണ്. നോക്കിയാണ് കർമ്മം എന്താണ്? കർത്താവ് ചെയ്ത പ്രവൃത്തി ആർക്ക് നേരെയാണ്? അതാണ് എന്ത്? പ്രതിഗ്രാഹിക. കർത്താവ് ചെയ്യുന്ന പ്രവൃത്തിയുടെ ക്രിയയുടെ ഫലം അനുഭവിക്കുന്നതാണ് കർമ്മം. അതെന്താണ്? അതിന് നേരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രതിഗ്രാഹിക. നിർദ്ദേശിക കർത്താവിനാണ് എങ്കിൽ പ്രതിഗ്രാഹിക കർമ്മത്തിനാണ് എന്ന് പഠിക്കാം. നോക്കിയേ, അധ്യാപകൻ കുട്ടികളെ അടിച്ചു. മനസ്സിലായല്ലോ? അധ്യാപകൻ കുട്ടികളെ അടിച്ചു. അപ്പൊ എ ചെന്നില്ലേ? കുട്ടികൾ പ്ലസ് എ ആണ് എന്ത്? കുട്ടികളെ. കുട്ടികൾ പ്ലസ് എ ആണ് എന്തായത്? കുട്ടികളെ. അപ്പൊ അവിടത്തെ എന്ത് പ്രത്യയം ഏതാന്ന് ചോദിച്ചാൽ അത് എ ആണ്. ഏതാണ് പ്രത്യയം? ഏതാണ്? എ ആണ്. പ്രതിഗ്രാഹികയുടെ പ്രത്യയം എ ആണ്. എന്നാൽ നിർദ്ദേശികയ്ക്ക് എന്തില്ല? പ്രത്യയം ഒന്നും തന്നെ ഇല്ല. അത് കർത്താവിന്റെ യഥാർത്ഥ ശബ്ദ സ്വരൂപത്തെ സൂചിപ്പിക്കുന്നു. ഒരു നാമത്തെ നിർദ്ദേശിക്കുന്നു. അതാണ് നിർദ്ദേശിക. പ്രതിഗ്രാഹിക എന്ന് വെച്ചാൽ കർമ്മത്തെ സൂചിപ്പിക്കുന്നു. എന്തായിരുന്നു അടുത്തത്? നോക്കിയേ, സംയോജിക. സംയോജിക എന്ത് ചെയ്യണം? ക്രിയയിൽ ആദ്യത്തത് കർത്താവാണ്. നിപ്രസത്തിൽ ആദ്യത്തത് കർത്താവാണെങ്കിൽ പ്രതിഗ്രാഹിക എന്തായിരുന്നു? കർമ്മമാണ്. അതേപോലെ അവിടുത്തെ സംയോജിക ക്രിയയിൽ എന്ത് തരുന്നു നോക്കി? ക്രിയയിൽ കർത്താവിന് സഹായി. ക്രിയ ചെയ്യുമ്പോൾ കർത്താവിന് സഹായിയായി നിൽക്കുന്നതാണ് ആരെന്ന് പറയുന്നത്? സംയോജിക. ക്രിയ ചെയ്യുമ്പോൾ കർത്താവിന് സഹായിയായി നിൽക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഇതെന്ന് പറയുന്നത്. ഓക്കെ, പ്രത്യയം എന്തിനാ? നമുക്ക് ഓട്. നോക്കിയേ, എന്തിനോടാ നിൽക്കുന്നേ? നോക്കിയേ, പുഴയ്ക്ക് കടലിനോട് ചേരണം. എന്താണ്? കടലിനോട് ചേരണം. കർത്താവിന് എന്ത് ചെയ്യാണ്? സഹായിക്കാൻ. ഇവിടുത്തെ കർത്താവ് ആരാ? പുഴയാണ്. പുഴയ്ക്ക് എന്തിനോട് ചേരണം? കടലിനോടാണ് ചേരേണ്ടത്. അപ്പോ ചേരുക എന്നുള്ളത് ഇവിടുത്തെ ക്രിയയാണ്. ഇതെന്താണ്? കർമ്മമാണ്. കടലിനോട് എന്നത് കർമ്മമാണ്. കർമ്മത്തിന്റെ കൂടെ എന്ത് ചേർക്കുന്നു? ഓട് എന്ന് ചേർക്കുന്നു. ആദ്യത്തെ പ്രത്യയമാണ് എ എന്ന് പറയുന്നത്. മൂന്നാമത്തതിന്റെ ആണ് ഒട് അല്ലെങ്കിൽ ഓട്. എന്താണ്? ഒട് അല്ലെങ്കിൽ ഓട് എന്നത് കേട്ടോ. ഒട് അല്ലെങ്കിൽ ഓട്. മൂന്നാമത്തേത് എന്താണ്? സംയോജിക വിഭക്തി. അടുത്ത നോക്കിയേ, എന്താണെന്ന്? ഉദ്ദേശിക, നിർദ്ദേശിക, പ്രതിഗ്രാഹിക, സംയോജിക, ഉദ്ദേശിക. ഉപ്രസത്തിന്റെ ഉദ്ദേശിക ആരെയാണോ ക്രിയയുടെ ഫലമായി ഉദ്ദേശിക്കുന്നത്? കർത്താവ് ക്രിയ ചെയ്യുന്നത് ആരെ ഉദ്ദേശിച്ചത്? അതായത് കർമ്മം. കർത്താവ് ക്രിയ ചെയ്യുന്നത് ആരെ ഉദ്ദേശിച്ചതാണ്? അതിനെയാണ്. എന്തിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? അതിനെപ്പറ്റി പറയുന്നതാണ് എന്തെന്ന് പറയുന്ന ഉദ്ദേശിക. നോക്കിയേ, എന്താണ്? നോക്കിയേ, അധ്യാപകൻ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു. കുട്ടികൾ പ്ലസ് ഇക്ക്. കുട്ടികൾ പ്ലസ് ഇക്ക് വരണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കണം? ഉദ്ദേശിക വന്നിരിക്കുന്നു. ഉദ്ദേശിക്കുന്നു. എന്ത്? ഫലം ആർക്കാണോ ലഭിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ആർക്കാണ്? ഇവിടെ കുട്ടികൾക്കാണ്. കുട്ടികളെന്ന് പറയില്ല. അപ്പൊ എന്ത് വേണം? കുട്ടികൾക്ക്. അധ്യാപകൻ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു. അടുക്ക് എന്നിവ എന്തിന്റെ പ്രത്യയമാണ്? ഉപ്രസം എന്ന് പറയുമ്പോൾ ഉദ്ദേശികയുടെ എന്താണ്? ഇതാണ് കേട്ടോ. ഉദ്ദേശികയുടെ ഇതാണ്. അടുത്ത നോക്കിയേ, പ്രയോജിക. എന്താണ് പ്രയോജിക? ഇപ്പൊ പഠിച്ചു. നിപ്രസം, നിർദ്ദേശിക, പ്രതിഗ്രാഹിക, പിന്നെ സംയോജിക, ഉദ്ദേശിക. അടുത്ത പ്രയോജിക. ആദ്യത്തത് എന്തായിരുന്നു? പ്രതിഗ്രാഹികയാണ്. രണ്ടാമത്തത് പ്രയോജിക. എന്താണ്? പ്രയോജിക. കർത്താവ് ഒരു ക്രിയ ചെയ്യുമ്പോൾ ഒരു കാരണം, ഒരു ഉപകരണം അല്ലെങ്കിൽ ഹേതു ഉണ്ടാവും. എന്തുണ്ടാവും? കർത്താവിനൊരു ക്രിയ ചെയ്യുമ്പോൾ അവിടെ എന്ത് നടക്കുന്നു? ഒരു ക്രിയ ചെയ്യുമ്പോൾ ഒരു കാരണമുണ്ടാവും. അതായത് ആ ക്രിയ ചെയ്യുന്നതിന് ഒരു കാരണം പറയണം. അതേപോലെ ചിലപ്പോൾ ചില ഉപകരണങ്ങൾ കൊണ്ടാണെന്ന് പറയാം. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്ന? പ്രയോജിക എന്ന് പറയുന്ന. പ്രയോജികയുടെ എന്ത് ചോദിക്കാറുണ്ട്? പ്രയോജികയുടെ പ്രത്യയം ചോദിച്ചു കഴിഞ്ഞാൽ ഏത് എഴുതണം? ആൾ കൊണ്ട് എന്നതാണ് എന്തെന്ന് പറയുന്നത്? പ്രത്യയം. ഇതിന്റെ
ഇതിന്റെ പ്രയോജികയുടെ പ്രത്യയം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർ കൊണ്ട് ആണ്. ആർ കൊണ്ട് ആണ്. ഇനി നോക്കിയേ, അധ്യാപകൻ കുട്ടികളെ വടി കൊണ്ടടിക്കുന്നു. എന്തുകൊണ്ടടിക്കുന്നു? അധ്യാപകൻ കുട്ടികളെ വടി കൊണ്ടടിക്കുന്നു. അപ്പോ അധ്യാപകൻ ഇവിടെ എന്താണ്? അധ്യാപകൻ എന്നത് കർത്താവാണ്. എന്തുകൊണ്ടാണ് അടിക്കുന്നത്? കുട്ടികളെ വരണമെങ്കിൽ എന്ത് വേണം? പ്രതിഗ്രാഹിക വരണം. അപ്പൊ കുട്ടികളെ. വടി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഉപകരണമാണ് അല്ലെ, ഒരു സാധനമാണ്. ആ സാധനം കൊണ്ടാണ് അടിക്കുന്നത്. അപ്പൊ അവിടുത്തെ കൊണ്ടെന്താണ്? പ്രയോജിക. എന്താണ്? പ്രയോജികയാണ് എന്തെന്ന് പറയുന്ന കൊണ്ട്. പ്രയോജികയാണ് കൊണ്ട്. ആൽ കൊണ്ട്. ആല് വരുന്നത് ഏത് വരും? വരുന്നതിന് എക്സാമ്പിള് വരുന്നതിന് ഇനി നമ്മൾ വാക്യശുദ്ധി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് കണ്ടുപിടിച്ചെടുക്കാൻ പറ്റും. വാക്യശുദ്ധിയിൽ പോകണ്ട. വാക്യശുദ്ധി വരുമ്പോൾ ആൾ കൊണ്ട് എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അതെന്താണ്? പ്രയോജിക എന്ന് തിരിക്കുക. അതേപോലെ നിർദ്ദേശിക, പ്രത്യേകിച്ച് കർത്താവിനാണ്, അതിനൊന്നുമില്ല, എന്ത് മാറ്റം ഒന്നും വരുന്നില്ല. അപ്പൊ നിർദ്ദേശിക എല്ലായിടത്തും ഉണ്ട്, എല്ലാ സെന്റൻസുകളിലും നിർദ്ദേശിക്കുന്നുണ്ട്. എന്നാൽ എന്ത് വേണം? നമ്മുടെ പ്രതിഗ്രാഹികയ്ക്ക് എ എന്ന പ്രത്യേകം. കുട്ടികളെ അല്ലെ, കുട്ടികളെ. അധ്യാപകനെ, രാമനെ, സീതയെ എന്നൊക്കെ പറയുമ്പോഴാണ് എന്ത് വരുന്നത്? എ വരണമെങ്കിൽ ഏത് വേണം? അത് പ്രതിഗ്രാഹികയാണ്. ഇപ്പൊ നമ്മൾ പഠിച്ച പ്രയോജികയ്ക്ക് ഏതൊക്കെയാണുള്ളത്? ആൽ കൊണ്ട്. പ്രയോജിക്കുക, പ്രയോജനം ആർക്കൊക്കെ ഉണ്ടാകുന്നു? പ്രയോജിക്കുക എന്ന് വെച്ചാൽ എന്താണ്? പ്രയോജനം ആർക്കൊക്കെ ഉണ്ടാകുന്നു, അതാണ് കാരണം കേട്ടോ. എന്ത് വസ്തു കൊണ്ടാണോ, ഉപകരണം കൊണ്ടാണോ എന്നൊക്കെയാണ് എന്തിൽ വരുന്നത്? പ്രയോജികയിൽ വരുന്നത്. പ്രയോജിക. ഓക്കെ, 1 മുതൽ 5 വരെ നമ്മൾ പഠിച്ചത് ഏതൊക്കെയായിരുന്നു? ആദ്യത്തത് നിർദ്ദേശിക, പ്രതിഗ്രാഹിക, സംയോജിക, അതേപോലെ ഉദ്ദേശിക, ഉപ്രസം. അത്രയും കിട്ടി. നിപ്രസം, ഉപ്ര. എന്തിനുപയോഗിക്കുന്നു എന്താ വളരെ വ്യക്തമായി ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. ഈ 5 എണ്ണം ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ 1 മുതൽ 5 വരെ ഉപയോഗിക്കുന്നത് നാമങ്ങളെ, മറ്റു പദങ്ങൾ. എന്താണ്? നാമങ്ങളെ. അധ്യാപകൻ ഒരു നാമമല്ലേ? ഈ നാമത്തിനെ മറ്റു പദങ്ങളുമായി കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്തെന്ന് പറഞ്ഞത്? എന്തെന്ന് ഇവര് പറയുന്നത്? 1 മുതൽ 5 വരെയുള്ളത് എന്തിനു ഉപയോഗിക്കുന്നു? നാമങ്ങളെ ആ വാക്യത്തിലെ മറ്റു പദങ്ങളുമായി ചേർക്കുന്നതിന് ഉപയോഗിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ 1 മുതൽ 5 വരെയുള്ള വിഭക്തി എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളതിന് എന്താ പ്രത്യേകത എന്ന് പഠിക്കണം. 2 എണ്ണം ഉണ്ട്. എന്തൊക്കെയാണ്? സംബന്ധിക. എന്താണ് സംബന്ധിക? എന്താണ്? ഉടമസ്ഥാവകാശം അവിടെ ഉണ്ടോ? അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഏതിനെ സംബന്ധിച്ചതാണ്? ഈ അർത്ഥമൊക്കെ പറയുന്നത് ഏതിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? സംബന്ധികയിലാണ്. എന്താണ്? സംബന്ധിക അഥവാ ഉടമസ്ഥാവകാശം. 2 നാമങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ കാണിക്കാൻ ഉപയോഗിക്കുന്ന വിഭക്തിയാണ് എന്ത്? മറ്റത് നമ്മൾ ഇവിടെ പഠിച്ച 1 മുതൽ അല്ലെങ്കിൽ ഏതിനെയൊക്കെ ചേർക്കാൻ? നാമങ്ങളെ ഏതുമായി ചേർക്കാൻ? പദങ്ങളുമായി ചേർക്കാൻ. എന്തിലുപയോഗിക്കുന്ന? ഒരു സെന്റൻസിൽ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാലാണ് 1 മുതൽ 5 വരെ നിപ്രസം, ഉപ്ര പറയേണ്ടത്. അങ്ങനെയാണെങ്കിൽ സംബന്ധിക എന്താണ്? ആധാരിക എന്താണ്? സംബന്ധിക നാമം പ്ലസ് നാമമാണ്. ഒരു നാമത്തിന് മറ്റൊരു നാമമായി കൂട്ടിച്ചേർക്കാൻ വേണ്ടി സെന്റൻസുകളിൽ 2 നാമം വരുന്നില്ല. രാമനും സീതയും എന്നൊക്കെ പറയില്ലേ? അതേപോലെ ഇവിടെ നോക്കി 2 നാമങ്ങളെ കൂട്ടിച്ചേർക്കാൻ. വീട് ഒരു നാമമല്ലേ? വീടിന്റെ മുറ്റം. അവിടെ കേട്ടോ, ടൈപ്പിങ്ങിലാണ്. വീടിന്റെ മുറ്റം, വാസുവിന്റെ വീട്, സീതയുടെ വീട്, സീതയുടെ ഗ്രാമം, സീതയുടെ സൈക്കിൾ ഇല്ലേ, അനുവിന്റെ ബാഗ്. ഇതൊക്കെ എന്താണ്? ഇന്ത്യ എന്ന് വരുന്നതാണ്. അതേപോലെ നമുക്ക് പൂച്ചയുടെ വാല്, പട്ടിയുടെ തല. അപ്പൊ എന്താണ്? ഇന്ത്യയുടെ. 2 നാമങ്ങളെ ചേർത്താൽ. പൂച്ച ഒരു നാമമല്ലേ? എന്തിന്റെങ്കിലും വിളിക്കാൻ പറ്റില്ല, പൂച്ച എന്ന് തന്നെ വിളിക്കാൻ പറ്റും. അതേപോലെ വാലെന്ന് പറയുന്നത് എന്താണ്? നാമങ്ങളെ ചേർക്കുന്നതിന് വിളിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ നമുക്ക്
രണ്ട് നാമങ്ങളെ ചേർക്കുന്നതാണ് എന്ത്? സംബന്ധിക കേട്ടോ. സംബന്ധിക എന്താണ്? രണ്ട് നാമങ്ങളെ ചേർക്കുന്നതിന് ഉപയോഗിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ആധാരിക എന്താണെന്ന് ചോദിക്കാം. ആധാരികയും പദവും നാമവും കൂട്ടിച്ചേർക്കുന്നതിന് ഉപയോഗിക്കുന്നത് ഒരു സംഭവം നടക്കുന്നതിന് ആധാരം അല്ലെങ്കിൽ അതിന്റെ ഉത്ഭവം എന്താണ് എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്ന എന്തിനെ ആധാരമാക്കി അടിസ്ഥാനമാക്കി എന്നാണ്. അപ്പൊ എന്ത് സംഭവത്തെയാണ് ഇവിടെ അടിസ്ഥാനമാക്കിയിരിക്കുന്നത്, ആധാരമാക്കിയിരിക്കുന്നത് എന്നത് ഉപയോഗിക്കുന്നത് ആധാരികയിലാണ്. ഇതിലാണ് ആധാരികയിലാണ്. നോക്കിയേ, ഇതിന്റെ പ്രത്യേകം ഇൽക്കൽ എന്നാണ്. ഇൽക്കൽ എന്ത് വേണം? എന്തിനെ ആധാരമാക്കി. ഞാൻ വസ്തുവിനെ എന്ത് ചെയ്തു? പടി. ഞാൻ എന്ത് ചെയ്യുന്നു? എന്താ കിട്ടുന്നില്ല? ഇപ്പൊ ഒന്നുകൂടെ പറയോ? മിസ് ഒന്നും കേട്ടില്ല. ഏത്? ഏതാ? ആധാരിക. 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 ആധാരിക നോക്കിയാണ്. ആധാരിക എന്തെങ്കിലും ആധാരം അല്ലെ പറയുന്നത്, എന്തെങ്കിലും ബേസ് ചെയ്തിട്ടുള്ള അല്ലെ ഒരു സംഭവം നടക്കുന്നതിനുള്ള ആധാരം എന്താണ്, അല്ലെങ്കിൽ ഉത്ഭവം ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് ആധാരിക. ആ സംഭവം എന്തിനെ ബേസ് ചെയ്ത് നടന്നു, മനസ്സിലായോ? എന്തിനെ ബേസ് ചെയ്ത് നടന്നു. ഇതിന്റെ പ്രത്യയങ്ങളാണ് എന്ത്? ഇല്ലല്ലെങ്കിൽ കല്ലെന്ന് പറയുന്നത്. എക്സാമ്പിൾ പഠിക്കുമ്പോൾ മനസ്സിലാവും. ഞാൻ പടിയിലിരുന്നു. ഞാൻ ഇരുന്നു എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും സ്പെസിഫൈ ചെയ്യുന്നുണ്ടോ? ഇല്ല. ഞാൻ എന്തിനെ അടിസ്ഥാനമാക്കി എന്ന് പറയുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഞാൻ പടിയിലിരുന്നു എന്ന് പറയുമ്പോഴോ അവിടെ കറക്റ്റ് അറിയാൻ പറ്റും. പടിയിൽ എവിടെയാണ് ഇരുന്ന? പടിയിലാണ് ഇരുന്നത്. ഞാൻ കാറിൽ ഇരുന്നു ആണോ? ഇതൊക്കെ എന്താണ്? ഞാൻ കാറിൽ ഇരുന്നു. ഇതെല്ലാം എന്താണ്? ആധാരിക. നമ്മൾ ഒന്നിനെ ബേസ് ചെയ്ത് അടിസ്ഥാനപ്പെടുത്തി പറയുന്നതാണ് എന്തെന്ന് പറയുന്ന ആധാരിക ആണ്. ഒന്നിനെ അടിസ്ഥാനപ്പെടുത്തി പറയുന്നതാണ് എന്ത്? ആധാരിക എന്ന് പറയുന്നത്. ഒരു സംഭവത്തിനുള്ള ആധാരം അല്ലെങ്കിൽ അതിന്റെ ഉത്ഭവസ്ഥാനം എന്നിവയെ എന്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു? വാക്യത്തിൽ ഉൾപ്പെടുത്തിയാൽ അതെന്താണ്? ആധാരികയെ കണക്കാക്കും. മനസ്സിലായോ? ആധാരിക. ഓക്കെ. ഞാൻ പടിയിലിരുന്നു. ഞാൻ പടിയിലിരുന്നു. ഇത്രയും കാര്യങ്ങൾ കിട്ടിയോ? ഇനി വാക്യശുദ്ധി വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം? വിഭക്തിയും കൂടെ ഉൾപ്പെടുത്തി പഠിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. വാക്യശുദ്ധിയിൽ ഇപ്പൊ 6 റൂളുകളാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ കൂടെ വിഭക്തിയും കൂടെ എടുക്കണം. വാക്യങ്ങളെ ഇടയിൽ കൂട്ടിച്ചേർന്ന പദങ്ങൾ കൂട്ടിച്ചേർക്കുമ്പോഴാണ് എന്ത് വരുന്നത്? വിഭക്തി എന്ന് പറയുന്നത്. എന്താണ് സമാസം എന്നറിയാമോ? നാളെ നമ്മുടെ ടോപ്പിക്ക് സമാസമാണ്. സമാസം എന്ന് പറഞ്ഞാൽ 2 പദങ്ങളെ കൂട്ടിച്ചേർക്കുന്നത് മാത്രമാണ് എന്തെന്ന് പറയുന്നത് സമാസം എന്ന് പറയുന്നത് കേട്ടോ. സമാസം എന്ന് പറയുന്നത് അതാണ്. ഇനി ഇവിടെ നോക്കിയേ, നമുക്ക് കാര്യങ്ങൾ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ആധാരിക എളുപ്പത്തിന് ഞാൻ ഇങ്ങനെ നിപ്രസം ഉപ്രസം അല്ലെ? വിഭക്തിയുടെ കോഡ് മലയാളത്തിൽ എത്ര വിഭക്തിയുണ്ട്? 7 വിഭക്തി. നിപ്രസം ഉപ്രസം ഈ നിർദ്ദേശിക എന്താണ് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത്? എന്താണ്? എന്താ? നിർദ്ദേശിക. നിർദ്ദേശിക. നിർദ്ദേശിക പ്രത്യയമുണ്ടോ? ഇല്ല. നിർദ്ദേശിക്ക് പ്രത്യയമില്ല. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തത് എന്താണ്? പ്രതിഗ്രാഹിക. എന്താണ്? നിങ്ങൾ പറഞ്ഞ ഞാൻ എന്താണ്? പ്രതിഗ്രാഹിക. പ്രതിഗ്രാഹിയുടെ പ്രത്യയം എന്താ? കുട്ടികൾ പ്ലസ് എ കുട്ടികളെ അല്ലേ? കുട്ടികൾ പ്ലസ് എ കുട്ടികളെ അല്ലേ? അതേപോലെ ചെടികൾ പ്ലസ് എ ചെടികളെ കേട്ടോ. പ്രതിഗ്രാഹിക. ഓക്കെ. അടുത്തത് എന്താ? സംയോജിക. സംയോജിക. ഓട് എന്നിവയാണ് എന്തെന്ന് പറയുന്നത്? എന്ത്? സംയോജിക. കുട്ടികളോട് അല്ലെങ്കിൽ അധ്യാപകനോട്. അപ്പൊ അവിടെ എന്താണ്? ഓട് എന്നതാണ്. അതെന്താണ്? സംയോജികയാണ്. സംയോജിക. എന്താ? ഉദ്ദേശിക.
നമ്മൾ എന്തിനെ ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ്. അതെന്താണ്? എന്താണ്? കുട്ടികൾക്ക്. പാട്ടിന്, ബാഗിന്, പൂച്ചയ്ക്ക്, ഇതൊക്കെ എന്താണ്? ഉദ്ദേശികയ്ക്ക് എക്സാമ്പിൾ ആണ്. എന്താ? പ്രയോജിക. പ്രയോജിക. എന്താണ്? പ്രയോജികയാണ്. ആൾകൊണ്ട്. എന്തുകൊണ്ട് അല്ലെ? എന്താണ്? എന്തുകൊണ്ട്? അതായത് ഉപകരണമാണ്. അവിടെ ആ സെന്റൻസിൽ ഉപയോഗിച്ചിരിക്കുന്ന ഉപകരണം ഏത് എന്നൊരു അർത്ഥമാണ് എന്തിൽ വരുന്നത്? പ്രയോജികയിൽ വരുന്നത്. അടുത്ത സം എന്തായിരുന്നു? സംബന്ധിക. എന്തുമായി സംബന്ധിച്ചിരിക്കുന്നു, എന്തുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്താണ്? ഇന്ത്യയുടെ, രാമന്റെ, സീതയുടെ, അല്ലെ? പിന്നെ പൂച്ചയുടെ വാൽ, അല്ലെ? പൂച്ചയുടെ വാൽ. അടുത്തൊക്കെ എന്താ? ആധാരികയിൽ ഏതാണ് വരുന്നത് പ്രത്യയം? ഇൽ. അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത്? നിപ്രസം, ഉപ്രസം, കേട്ടോ. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ ടേബിൾ ഇമ്പോർട്ടന്റ് ആണ്. ടേബിളിൽ ഉപരി ഇത് എങ്ങനെ പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് വാക്യശുദ്ധി കിട്ടുമ്പോ ഇതിങ്ങനെ വന്നിരിക്കുന്നു എന്ന് പഠിക്കണം. ഇതൊക്കെ വരുമ്പോ ഈ കേരള പാണിനി AR രാജരാജവർമ്മ പറഞ്ഞ വേറൊരു ഇത് പറഞ്ഞ 8ാമത്തത്, അതിന്റെ പേരെന്തായിരുന്നു? സംബോധിക. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി സംബോധിക എന്താണ്. മെയിനായിട്ട് നമുക്ക് എന്ത് പഠിച്ചാൽ മതി? ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മതി. നിപ്രസം, ഉപ്രസം, ഒടുക്കിന് ആൾ കൊണ്ട് ഇന്ത്യയുടെ. ഇതൊരു കോഡായിട്ട് പറയാറുണ്ട്. ഒട്. കാരണം നിർദ്ദേശികയ്ക്ക് എന്തില്ല? ഇതില്ല. അപ്പൊ ഒടുക്ക് ആൾ ഉടയിൽ, എന്ന് പറയാറുണ്ട് കേട്ടോ. നോക്കി വെച്ചിരുന്നാൽ മതി. ഒടുക്ക് ആൾ കൊണ്ട് ഉടയിൽ. ഇഫക്റ്റ് ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇഫക്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ നാളെ എന്ത് പഠിക്കും? സമാസം പഠിക്കും. അപ്പൊ ഇത് രണ്ടും തിരിച്ചറിയാൻ പറ്റണം. വാക്യങ്ങളെ ജോയിൻ ചെയ്യുമ്പോഴാണ് വാക്യങ്ങളിലെ പദങ്ങൾ, വാക്യം എന്ന് പറയുന്നത് സെന്റൻസ് ആണ്. സെന്റൻസിലെ പദങ്ങളെ ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി മലയാളത്തിൽ ഉപയോഗിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ വിഭക്തി എന്ന് പറഞ്ഞാൽ. ഒരു വാക്യത്തിൽ മറ്റുള്ള പദങ്ങളുമായുള്ള ബന്ധത്തെ കുറിക്കുന്നതാണ് എന്ത്? വിഭക്തി എന്ന് പറയുന്നത് ആണല്ലോ. അതേപോലെ അത് നാമങ്ങളിലാണ് നമ്മൾ ചേർക്കുന്നത്. നമ്മൾ ഈ പഠിച്ച എല്ലാത്തിൻ്റെയൊക്കെ എന്താണ് നമ്മുടെ ഇതെന്ന് പറയുന്നത്? പ്രത്യയങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ നാമത്തിനോടൊപ്പമാണ് ചേർക്കുന്നത്. അതിൽ പ്രധാനമായി 5 എണ്ണത്തിനാണ് നാമത്തോടൊപ്പം ചേർക്കുന്നത്. ആദ്യത്തെ 5 എണ്ണം. ബാക്കി 2 എണ്ണം നാമത്തോടല്ല. അവർ പറയുന്നുണ്ട് ഏതിനോടാണ്. മനസ്സിലായോ? അപ്പൊ ആദ്യത്തെ 5 എണ്ണം നാമങ്ങളും പദങ്ങളുമാണ്. ബാക്കിയുള്ളത് നാമങ്ങളും ആദ്യത്തെ 5 എണ്ണം ഏതിനൊക്കെയാണ്? നാമങ്ങളും പദങ്ങളും. നാമം പ്ലസ് പദമാണ്. എന്നാൽ ഇവിടെയാണെങ്കിൽ എന്താണ്? നാമം പ്ലസ് പദമല്ല, എന്ത് വരുന്നു? നാമം പ്ലസ് നാമമാണ് വരുന്നത്. ക്ലിയർ ആണോ? വിഭക്തി എന്തെങ്കിലും സംശയം ഉണ്ടോ? ആധാരികല്ലേ? ആ, അതില് ഇല്ലും കല്ലും വരുന്നില്ലേ? കല്ല് വരുന്നില്ലേ? അതെ. അതിനൊരു ഉദാഹരണം കൂടെ പറഞ്ഞുതരുമോ? കല്ല എക്സാമ്പിൾ എടുത്തതിലൊന്നും ഇല്ല. കല്ല് വരുന്നത് നിങ്ങൾ തന്നെ നോക്കി നോക്കുക. അതായത് എന്തിനെ ബേസ് ചെയ്തെന്നല്ലേ. അപ്പം നോക്കട്ടെ. കല്ല് വരുന്നത് ഞാൻ പെട്ടെന്ന് എനിക്ക് കിട്ടുന്നില്ല. നോക്കട്ടെ. കല്ലെന്ന് പറയുമ്പം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു. ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യേ. ഞാൻ പെട്ടെന്ന് ഓർത്തിട്ട് എനിക്ക് കിട്ടുന്നില്ല. ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. എക്സാമ്പിൾ വേറെ ആർക്കും കിട്ടിയില്ല കല്ലിൻ്റെത്?
ഉണ്ട്, കല്ലിന്റെ മലയാളം വരുന്ന വാക്കുകളുണ്ട്. കൂടുതൽ ഇല്ലാണ് വരുന്ന കല്ല് വരുന്നത്. വീടുകളിൽ വരില്ല. ഒന്ന് നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അല്ലെങ്കിൽ വാക്യശുദ്ധി എടുത്തു നോക്കിയാലും കിട്ടും. വാക്യശുദ്ധിയിലെ വാക്കുകളിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? ഈ പദങ്ങൾ ചേർത്താണ് എന്തുണ്ടാക്കിയിരിക്കുന്ന വാക്യം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിൽ പെട്ടെന്ന് ഡിഫക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. എന്നിട്ട് നോക്കി ബാക്കിയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്തുതരാം, നാളെ ക്ലിയർ ചെയ്ത് തരാം. ആർക്കും കിട്ടിയില്ലല്ലേ കല്ല്? നാളെ പറഞ്ഞു തരാം കേട്ടാ. വേറെന്തെങ്കിലും സംശയം ഉണ്ടോ? കല്ലിന്റെ അല്ലാതെ വേറെന്തെങ്കിലും, ആധാരികയിലെ കല്ലെന്ന് പറയുന്നത് അല്ലാതെ വേറെന്തെങ്കിലും സംശയമുണ്ടോ?